ക്രിസ്ത്യാനികൾ വേറെ യോഗം ചേരുന്നു. പാലായിൽ മുസ്ലിം സഹോദരന്മാർ വേറെ യോഗം ചേരുന്നു. വൈക്കത്ത് SNDP വേറെ യോഗം ചേരുന്നു. ചങ്ങനാശ്ശേരിയിൽ NSS വേറെ യോഗം ചേരുന്നു. മാനാഞ്ചിറയിൽ മുസ്ലിം മത നേതാക്കൾ ഒരുമിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒലിവുമല പ്രഭാഷണത്തിനകത്ത് എൻ്റെ യേശു പറഞ്ഞു, ജാതി ജാതിയോടും കോവിഡ് കാലത്ത് അകം തുറന്ന് എന്നെ കേൾക്കുന്ന മലയാളി സുഹൃത്തുക്കൾ, നേഷൻ ടു നേഷൻ, റിലീജിയൻ ടു റിലീജിയൻ, ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ഇതെല്ലാം വരുന്നു. കമ്മ്യൂണൽ ക്ലാഷ് അന്ത്യകാലത്തിന്റെ ലക്ഷണം. യേശു എപ്പോൾ വരും? ജാതി ജാതിയോട്. അടുത്തത് വായിക്കാം. രാജ്യം രാജ്യത്തോടും എതിർക്കും. അതെ, നിക്കട്ടെ. രാജ്യം രാജ്യത്തോട്. ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യം രാജ്യത്തോട്. പഴയ കാലത്ത് ഇത് പ്രസംഗിച്ചാൽ നമ്മൾ വിഷമിക്കും. നാരാ എന്തിനാ സാമ്പത്തിക മാന്ദ്യം മൂലം താലിബാന്റെ കയ്യിൽ ഭരണം കൊടുത്തിട്ട് അമേരിക്ക ഗുഡ് ബൈ? 2 രാജ്യങ്ങൾ ഏത് സമയം അടികൂടാൻ നിൽക്കുക. ഒന്ന് ഇസ്രായേൽ, ഇറാന്റെ ആണവ അന്തർവാഹിനി കടലിൽ മുക്കിക്കളഞ്ഞു. 2 ഇറാന്റെ ആണവ നിലയം ഇസ്രായേൽ തകർത്തു. 3 ഇറാന്റെ ആണവ ഉപദേഷ്ടാവിനെ കൊന്നുകളഞ്ഞു കമ്പ്യൂട്ടർ വഴി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തീർന്നില്ല, അവിടുത്തെ ഏറ്റവും നല്ല ബുദ്ധി ഉപദേശകന് 4 കുറ്റങ്ങളാ ഇപ്പൊ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഈ കോവിഡ് കാലത്ത്. 1 അവരുടെ ആണവ ഉപദേഷ്ടാവിന്, 2 മതകാര്യ നേതാവിന്, 3 ആണവ നിലയം, 4 ഇറാന്റെ അന്തർവാഹിനിയെ പസഫിക് വെച്ച് തകർത്തു. രാജ്യം രാജ്യത്തോട്. തീർന്നില്ല, ഇതെല്ലാം കേൾക്കണം. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിർത്തി വചനത്തോടൊപ്പം അപ്പുറത്ത് അമേരിക്ക തൈവാന്റെ വിഷയത്തിൽ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്ക തൈവാൻ. അതിനെ പിടിച്ചടക്കിയാൽ ചൈനയ്ക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ നിവർത്തിക്കാം. അങ്ങനെയെങ്കിൽ തൈവാന്റെ വിഷയത്തിനകത്ത് അമേരിക്ക സഖ്യകക്ഷികളെ കൂട്ടുപിടിക്കുന്നു. ഇന്ത്യ ഒന്നും മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി മിസ്റ്റർ ജോ ബൈഡനുമായി ഒരു 3-4 ദിവസത്തെ പ്രഭാഷണമൊക്കെ നടത്തിയിട്ടാണ് വന്നേ. ഒരു പകുതി സമ്മതം ചൈനയ്ക്കെതിരെയും ഉണ്ട്. സ്വതന്ത്രം 4 രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ഷിപ്പായ സബ്മറൈന് പസഫിക്കിനകത്ത് വെച്ച് മധ്യാരണ്യ കടലിൽ വെച്ച് ചൈന അറ്റാക്ക് ചെയ്തെന്ന് പറയുന്നു. അമേരിക്ക അത് പുറത്ത് പറയുന്നില്ല, നാണക്കേടാ. പക്ഷേ ഇതൊരു ഈറ്റുനോവിന്റെ ആരംഭമാ. ലോകം 2 ചേരിയിലേക്ക് നീങ്ങുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. ഇനി തൈവാനിലേക്കെതിരെ ഒരാക്രമണമുണ്ടായാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സഖ്യകക്ഷികൾ ആരെ അറ്റാക്ക് ചെയ്യും? ചൈനയെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ തന്നെ ചൈനയുടെ സിൽക്ക് പാത റെഡി. പലരും കുറ്റം പറയും, എന്താ ചൈനയുടെ സിൽക്ക് പാത? ചൈന, പാകിസ്ഥാൻ, അഫ്ഗാൻ, ഇറാൻ, ഇറാഖ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് വഴി ലെബനോനിൽ എത്തിയാൽ ഇസ്രയേലിനെ ആക്രമിക്കാം. ഇതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. യൂഫ്രട്ടീസ് പറ്റാൻ പോന്നു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഓൺലൈനിൽ നിങ്ങൾ കണ്ടു. അട്ടാട്ടാർ ഡാം പണിയുന്നു തുർക്കി. ദാണ്ട് ഇതിനാ താലിബാൻ വന്നപ്പോൾ ചൈന കണ്ണടച്ചുകൊണ്ട് പിന്തുണ. താലിബാൻ ആരോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ആക്രമണമാ വലുത്. അതുകൊണ്ട് ചൈനയുടെ സിൽക്ക് കൊറിഡോർ. ഒലിവുമലയിൽ എൻ്റെ നാഥൻ പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിന്. നേഷൻ ടു നേഷൻ, റിലീജിയൻ ടു റിലീജിയൻ, കൺട്രി ടു കൺട്രി. കണ്ടില്ലേ? ഒരു സ്ഥലത്ത് ഇറാനും ഇസ്രയേലും, മറുസ്ഥലത്ത് അമേരിക്കയും ചൈനയും. നാം പാർക്കുന്ന ഇന്ത്യ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കണ്ടില്ലേ? കരസേനയുടെ മേധാവിയും ബിപിൻ റാവത്തും ചൗധരിയും ചൈനക്കാരനോട് പറഞ്ഞു, മര്യാദയ്ക്ക് പോസ്റ്റ് മാറ്റിക്കോ, അല്ലെങ്കിൽ അടി ഉറപ്പ്. രാജ്യം രാജ്യത്തോട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ? ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും.
എത്ര ക്ലിയറായി. അടുത്ത വാക്യം വായിക്കാം. ക്ഷാമവും ഭൂകമ്പവും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. യേശു എപ്പോൾ വരും? മെക്സിക്കോയിൽ ഭൂകമ്പം കണ്ടില്ലേ? ഇന്തോനേഷ്യ കടലിനടി സുനാമി അടിക്കുക. ക്ഷാമം കണ്ടോ? ഇന്നത്തെ എണ്ണവില എത്രയായി? മലയാള സഹോദരങ്ങളോട് ചോദിക്കുന്നത്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില സെഞ്ചുറിയായി. കഴിഞ്ഞ ദിവസം ഒരപ്പച്ചൻ പറഞ്ഞതുപോലെ, എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞു, സാറേ പഴയ സൈക്കിള് നല്ലത്, പക്ഷേ അതെല്ലാം വിറ്റുപോയല്ലോ. പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ടാക്സ് വേണ്ട, ആരോഗ്യത്തിന് നല്ലതും സൈക്കിൾ. അങ്ങനെയെങ്കിൽ ഇന്ന് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ലോക വിപണിയിൽ കുതിക്കുന്നു. ക്ഷാമമുണ്ടാകും. എങ്ങനെയുള്ള ക്ഷാമമാ? ആഹാരം കിട്ടും, വില കൊടുക്കണം, വിലക്കയറ്റം. അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്, ക്ഷാമമുണ്ടാകും. അരിക്ക് വില കൂടും, മെഡിസിന് വില കൂടും, സവാളയ്ക്ക് വില കൂടും, ഇഞ്ചക്ഷന് വില കൂടും, ആശുപത്രി മരുന്നിന് വില കൂടും, മനുഷ്യൻ ഉപയോഗിക്കുന്ന സകല എണ്ണകൾക്കും വില കൂടും. ക്ഷാമം. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പിതാവ് അനുവദിക്കുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? കൊട്ടാരം ഒരുക്കിയിട്ട് മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ യേശു മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? വിശുദ്ധ പ്രവാചകന്മാരാൽ രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിക്കുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളും. യേശു എപ്പോൾ വരും? ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോട്, യുദ്ധമോ ക്ഷാമമോ ഭൂകമ്പമോ മഹാവ്യാധി, അവിടെ കോവിഡ്. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. 5 കാര്യം ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറഞ്ഞു. 8 കാര്യങ്ങളാ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർന്നില്ല മക്കളെ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട്, ഹല്ലേലൂയ, പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, അത്യുന്നതന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഓ യഹൂദൻ വിളിച്ചു, ഹോശന്ന ഹോശന്ന. സായം സന്ധ്യയിൽ ഒലിവുമലയുടെ നെറുകയിൽ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട്, ഹല്ലേലൂയ, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും കോവിഡും കണ്ട തലമുറയോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദാസനാ അക്കമിട്ട് പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഈ പ്രഭാഷണം കേൾക്കുന്നവരെ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യകാല പ്രഭാഷണ മക്കളെ, അക്കമിട്ട് പറയുന്നത് ഇല്ല. യേശു എപ്പോൾ വരും? ഇസ്രയേൽ ഭാരമുള്ളൊരു കല്ലാകുമ്പോൾ എൻ്റെ യേശു വരും. ഇസ്രയേൽ ഭാരമുള്ളൊരു കല്ലായോ? എവിടെ കല്ലായി? വായിക്കുന്നു, ആരായി ഇസ്രയേൽ? ആദ്യം ഒരു പേര്, യാബോക്ക് കടവിൽ വെച്ച് യാക്കോബിന് കിട്ടിയ പേര ഇസ്രയേൽ. പിന്നത്തതിൽ മോശയോടൊപ്പം മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ വന്നപ്പോൾ അവർക്കൊരു പേര് കിട്ടി, ഇസ്രയേൽ ജനത. 1948 മെയ് മാസം 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കുന്നുകളിൽ കൊടി ഉയർത്തിയപ്പോൾ ഇസ്രയേൽ ഒരു രാജ്യമായി. എത്ര ക്ലിയർ പ്രവചനം! ഒരപ്പന് കിട്ടിയ പേര് ഇസ്രയേൽ, അത് പിന്നത്തതിൽ ഒരു ജാതിയായി, അത് പിന്നത്തതിൽ ഒരു രാജ്യമായി. 5 വൻകരകളിൽ മാറി മാറി ചിതറിക്കടന്ന യഹൂദൻ യഥാസ്ഥാനപ്പെട്ടു വരുമ്പോൾ ജെറുസലേമിന്റെ വിഷയത്തിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവുണ്ടാകും. എന്താ ജെറുസലേമിന്റെ വിഷയത്തിൽ? 2018 ഡിസംബർ മാസം 6-ാം തീയതി ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി മാറ്റി. 200 കോടി ഇസ്ലാം ജനത നീറിക്കൊണ്ടിരിക്കുക ഇസ്രയേലിന്റെ വിഷയത്തിൽ. ഇത് പുറത്താരും പ്രസംഗിക്കത്തില്ല. തൻ്റെ ഇടത്തോടെ വചനവും ചരിത്രവും രാഷ്ട്രീയവും ഞാൻ ബേസ് ചെയ്യുന്നുണ്ട്. 200 കോടി ഇസ്ലാം ജനതയ്ക്കകത്ത് കാര്യം പിടികിട്ടി
അവന്റെ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത അൽ-അഖ്സ താമസം വിന തകരും. അവൻ നീറിക്കൊണ്ടിരിക്കുക. അതാ ഭാരമുള്ള കല്ല്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒരു ഭാരമുള്ള കല്ലായി ലോകം വരും. അതിന് തുടക്കം കുറിച്ചു. യേശു എപ്പോൾ മടങ്ങി വരും? കറക്റ്റായ വചന പ്രഭാഷണമാ. ഉണർവ് അല്പം കുറവെങ്കിലും നോട്ട് ചെയ്യണം. ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാൻ ഭാരമുള്ള കല്ലാക്കി വെക്കും. ഇപ്പൊ കണ്ടില്ലേ, അടുത്ത പ്രഭാഷണം ലവാർമിയിൽ വരുമ്പോൾ ഗാസയെ പറ്റി പ്രസംഗിക്കും. അപ്പോ കാര്യം പിടികിട്ടും. കഴിഞ്ഞ കോവിഡ് കാലത്ത് അഷ്കലോണിലും അഷ്തോദിലും എക്രോനിലും ലൂദിലും അതിനപ്പുറത്ത് ജെറുസലേമിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി പലസ്തീനിൽ നിന്ന് ഗസയിൽ നിന്ന് മിസൈൽ അടിച്ചു ജെറുസലേമിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത്. എന്തുകൊണ്ട് സജു ചാത്തൻ ഇത് പറയുന്നു? പണ്ട് ജെറുസലേമിൽ മിസൈൽ വന്നിട്ടില്ല. ടെൽ അവീവ് വരെ മാത്രമേ മിസൈൽ വരത്തുള്ളൂ. പക്ഷെ ഇറാന്റെ മിസൈല് ഈ ഇവരുടെ കയ്യിൽ കിട്ടി. ഗാസയ്ക്കകത്ത് ആരേല ഹമാസ് അൽ-അഖ്സ ബ്രിഗേഡ് അവർ എവിടത്തേക്ക് അടിച്ചു? ജെറുസലേമിലേക്ക് അയച്ചു. ട്രംപ് ജെറുസലേമിന്റെ തലസ്ഥാനമാക്കിയപ്പോൾ ഈറ്റ് ആരംഭം തുടങ്ങി. തീർന്നില്ല. യേശു എപ്പോൾ വരും? ട്രംപ് വീണ്ടും ഒരു കാര്യം ചെയ്തു. കോൺസുലേറ്റ് അവിടെയാക്കി. എവിടെയാക്കി? ടെൽ അവീവിൽ നിന്ന് ജെറുസലേമിൽ. മോഡി സാറ് മാറ്റാൻ പോന്നു. തീർന്നില്ല. ട്രംപിന്റെ മരുമകളും മകനും അവിടെ സെറ്റിൽഡ് ജെറുസലേമിൽ. തീർന്നില്ല. ഇസ്രയേൽ ഒരു ജൂതരാഷ്ട്രമായി. യുണൈറ്റഡ് നേഷൻസിന് അവനെ പേടി, അമേരിക്കക്കാരനും പേടി, ലോകരാജ്യങ്ങൾക്കും അവനെ പേടി. ഒരപ്പനി തുടങ്ങി ജനതയായി രാജ്യമായി. തീർന്നില്ല. അങ്ങനെ ഒരു സംഭവം ലോകത്തിൽ നടക്കുമോ? ജെറുസലേം ഒരു ഭാരമുള്ള കല്ലാകുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. എവിടെ തുടങ്ങി ഭാരമുള്ള കല്ല്? വായിക്കാം. സെക്കറിയ പ്രവചനം 12:1-2-3 വായിക്കാം. അന്നാളിൽ സെക്കറിയ പ്രവചനം 12:1-2-3 12-ാം അധ്യായം. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. കണ്ടോ? ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. ജോസഫ് ബ്രദറെ, പതിയെ പോകുന്ന കാര്യം ഇതാ, ജനം മനസ്സിലാക്കട്ടെ. ജെറുസലേം എപ്പോൾ പരിഭ്രമ പാത്രമായി? മക്കളെ, കാര്യം മനസ്സിലാക്കണം. 2018 ഡിസംബർ മാസം 16-ാം തീയതി, ഡിസംബർ മാസം 6-ാം തീയതി ട്രംപ് തലസ്ഥാനമാക്കിയപ്പോൾ സജു ചാത്തന്നൂർ പ്രസംഗിച്ചു തുടങ്ങി. ഇത് ഭാരമുള്ളൊരു കല്ലായി. തീർന്നില്ല. ജെറുസലേം എപ്പോഴ് ഭാരമുള്ളൊരു കല്ലായി? 2019 മെയ് 14-ാം തീയതി ഇസ്രയേൽ സ്വാതന്ത്ര്യം കിട്ടിയ 70-ാമത്തെ വാർഷികത്തിൽ ട്രംപിന്റെ മരുമകളും മോനും കൂടെ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ, മകളും മരുമകനോട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഭാരമുള്ള കല്ലായി. ജൂലൈ 31-ാം തീയതി UN പറഞ്ഞു രാഷ്ട്രമായി ഭാരമുള്ള കല്ലായി. കോവിഡ് കാലത്ത് ഹമാസിന്റെ അറ്റാക്ക് ജെറുസലേമിൽ വന്നപ്പോൾ അവൻ ഭാരമുള്ള കല്ലായി. അങ്ങനെയെങ്കിൽ താമസം വിന വരാൻ പോകുന്ന ഏകലോക ഭരണത്തിനകത്ത് എതിർ ക്രിസ്തുവിന്റെ മേലങ്കിയോടുകൂടി അൽ-അഖ്സ മോസ്ക് അവിടെ തകർക്കപ്പെടും, ഇല്ലാതാകും. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ലോക മുസ്ലിം ജനത ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി എഴുന്നേൽക്ക്. ഭാരമുള്ള കല്ല്. അടുത്ത വാക്യം വായിച്ചാട്ടെ. സകല ജാതികളും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായി വെക്കും. അടുത്തത്, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഒരു യുദ്ധം ഇസ്രായേലിന്റെ വിഷയത്തിൽ. അടുത്തത്, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അതാ താലിബാൻ. ഭൂമിയിലെ സകല ജാതികളും. IS, താലിബാൻ, ഇസ്ലാമിക ജിഹാദ്, ചൈനയുടെ സിൽക്ക് പാത, റഷ്യ അടക്കം ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരും. ആ യുദ്ധത്തിന്റെ പേരാ ഇസ്രയേൽ റഷ്യ യുദ്ധം. എന്നാൽ ഇന്ന് പകൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇതെല്ലാം കാണുമ്പോൾ റഷ്യ ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും.
എൻ്റെ യേശു എപ്പോൾ മടങ്ങി വരും? ഇത്രയും കറങ്ങി പ്രസംഗിക്കുന്നത് എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയാ. ഏകദേശം 6 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. 3 കാര്യങ്ങൾ കൂടി പറയുമ്പോൾ 9 കാര്യം പറയും. യോഗ്യതയും പറയുമ്പോൾ പ്രഭാഷണം അവസാനിക്കും. 1, പിതാവ് അനുവദിക്കുമ്പോൾ. 2, വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ. 3, ജാതികളുടെ പൂർണ്ണസംഖ്യ. 4, പ്രവാചകന്മാർ എഴുതിയ പ്രവചനം. 5, ജാതിയോടും രാജ്യത്തോടും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും. 6, പ്രിയ മക്കള്, ജെറുസലേം ഭാരമുള്ള കല്ലാകും. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ എങ്ങനെ വളർന്നു? മോശയോട് ദൈവം പറഞ്ഞു. 2500 കൊല്ലം മുമ്പ് മോശയോട് ദൈവം പറഞ്ഞ ആവർത്തന പുസ്തകം 28, എൻ്റെ ജനം എൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പോയി കഴിഞ്ഞാൽ അവരെ ലോക ജാതികളുടെ ഇടയിൽ ചിതറിക്കും. AD 65 മുതൽ AD 35 മുതൽ യഹൂദന്റെ ചിതറക്കം. AD 70 പൂർണ്ണമായി ചിതറി. AD 135 കേൾക്കണ, ഇതാ പ്രവചനം. AD 135 എന്താ പറഞ്ഞത്? ഇസ്രായേൽ ഒരു രാജ്യമല്ല, വെട്ടിക്കളഞ്ഞു റോം. പക്ഷേ കാൽവറിയുടെ കൊലക്കളത്തിൽ പീലാത്തോസ് പറഞ്ഞു, ന്യായമായും ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ലോകത്തിന്റെ 5 വൻകരകളിൽ 117 രാഷ്ട്രങ്ങളിൽ ചിതറിയ യഹൂദ മടങ്ങി വരുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ 2ാം ലോകമഹായുദ്ധത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ യഹൂദൻ എന്ത് കിട്ടി? ഒരു അത്തിച്ചെടി കിട്ടി. 2ാം ലോകമഹായുദ്ധത്തിൽ അവന് രാജ്യം കിട്ടി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. മൂളിയ സ്ഥലം. മക്കളെ, അടുത്തതെന്താ? മൂങ്ങ മൂളിയത് മാത്രമല്ല, കുറുക്കൻ ഓലിയിട്ട സ്ഥലം, അറബി ഒട്ടകത്തിൽ കയറിയ സ്ഥലം. ഇരുട്ടായിരുന്ന ഇസ്രായേലിൽ ദൈവം അനുഗ്രഹം കൊടുത്തു. പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ദൈവജനം മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചോ? എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ബൈബിളിന്റെ പ്രവചനമുണ്ടോ? ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിക്കുക. യോശപ്പൂട്ടി വായിര് യെഹെസ്കേൽ പ്രവചനം 36:8. ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുമോ? വായിക്കാം. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട്. യെഹെസ്കേലിനോട് യേശു പറയുക, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ. പക്ഷെ യേശു ഉരുവാകുന്നതിന് 600 കൊല്ലം മുമ്പ്, 650 കൊല്ലമാ ഭക്തനായ യെഹെസ്കേൽ എവിടെ? കേബാർ നദീതീരത്ത് അന്ത്യകാല പ്രവചന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ സ്വർഗം പറയുക, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ. അടുത്ത വാക്ക്, എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട്. എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഇസ്രായേൽ ജനം മടങ്ങി വരുമ്പോൾ കൊമ്പുകളെ നീട്ടി ഫലം കായ്ക്കാൻ എന്റെ ജനം മടങ്ങി വരുമ്പോൾ. എന്തുകൊണ്ട് സജു ചാത്തൻ്റെ ഒരു ഇത് പറയുന്നു? ഇതിന്റെ ഏറ്റവും നല്ല ഫലവൃക്ഷങ്ങൾ ഇസ്രായേലിൽ, കേരളത്തിലെ ഒരു പശുവിന് 20 ലിറ്റർ പാല് കിട്ടുമെങ്കിൽ ഇസ്രായേലിൽ ഒരു പശുവിന് 40 ലിറ്റർ പാല് കിട്ടും. ഏറ്റവും കൂടുതൽ പാലിന്റെ അംശം ഇസ്രായേലിലെ 4 തക്കാളി ഒരു തട്ടിനകത്ത് എടുത്തു വെച്ചാൽ 1 കിലോ ആകും. കേരളത്തിൽ 20 തക്കാളിയും 100 ഗ്രാം പടിയും കൂടെ ത്രാസിനകത്ത് വെച്ചെങ്കിലേ 1 കിലോ തക്കാളി ആകത്തുള്ളൂ. തീർന്നില്ല. കാലേബും യോശുവായും കനാനിൽ കടന്നപ്പോൾ അവർ മുന്തിരിക്കൊല കൈക്കകത്തല്ല കമ്പിനകത്ത് കെട്ടിക്കൊണ്ടുപോയി. അതാ വാഗ്ദത്ത കനാൻ. ഇസ്രായേലിൽ ഒരു വാഴക്കൊല 200, ഒരു മുന്തിരിക്കൊല കമ്പിനകത്ത് കെട്ടണം. കണ്ടോ ഇസ്രായേൽ പർവ്വതങ്ങള്? എന്റെ ജനം മടങ്ങി വരുന്നത് കൊണ്ട് കൊമ്പുകളെ നീട്ടി ഫലം കായ്പാൻ. ഇസ്രായേലിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും, എത്ര അറ്റാക്ക് വന്നാലും നല്ല ഫലം എവിടെ? അവക്കാട, നല്ല ഓറഞ്ച്, നല്ല ബീട്രൂട്ട്, നല്ല ക്യാരറ്റ്, ഏത് സാധനവും, അത്തിപ്പഴം, ഇതെല്ലാം ഇസ്രായേലിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. തീർന്നില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഫലങ്ങൾ എന്താ? ഫലം ഏറ്റവും നല്ല
പൂവുകൾ, ഇസ്രയേലിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ പൂവുകൾ മല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. മൂങ്ങ ഓലിയിട്ടത്, കുറുക്കൻ നിലവിളിച്ചത്, പാടും ശൂന്യമായി കിടന്ന പ്രദേശം, അറബി ഒട്ടകത്തെ കെട്ടിയ സ്ഥലം അത്തി തളിർക്കും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. ഏകദേശം 90 ലക്ഷം ജനങ്ങളുള്ള ഇസ്രയേൽ ലോകത്തിന്റെ മധ്യപകുതിയിൽ ഇന്നാരെ കാണുന്നു? അവൻ അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി. യേശു എപ്പോൾ മടങ്ങി വരും? അത്തി തളിർത്ത് കൊമ്പിളതാകുമ്പോൾ. വൈക്കം ജോസഫ് കുട്ടി, അടുത്ത വാക്യം, അവരുടെ ഫലം എവിടെ? ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുമെന്ന പ്രവചനം. കേരളം അനുഗ്രഹിക്കപ്പെടുമെന്ന് ബൈബിളിൽ ഒരു പ്രവചനമുണ്ടോ? ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ അനുഗ്രഹം ഇവിടുന്ന് ഇവിടില്ല. ഇവിടെ ഇപ്പം ജിഹാദും മയക്കുമരുന്ന് കച്ചവടവും, വേറെ ഒന്നും കേരളത്തിലില്ല. കേരളം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ ബൈബിളിനകത്തൊരു പ്രവചനം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിലെ കൊല പോലെ 20 കിലോയ്ക്ക് പകരം 40 കിലോ കൊല കിട്ടിയെന്ന്. സ്വോത്രം. ഇവിടെ മുന്തിരിയും കായ്ച്ചേന്, അത്തിയും കായ്ച്ചേന്. ഇതാ യഗസ്കേൽ, എന്റെ ജനം മടങ്ങി വരുന്നത് കൊണ്ട് കൊമ്പുകൾ നീട്ടി ഫലം കായ്പീൻ. അത്തിച്ചെടി കുഴിച്ചു വെച്ചു, അതിന്റെ കൊമ്പിളതാകാൻ കാലമായി. എന്റെ പ്രിയ മക്കളെ, യേശു എപ്പോൾ മടങ്ങി വരും? അത്തിയാകുന്ന ഇസ്രയേൽ തളിർക്കുമ്പോൾ. എത്ര ക്ലിയറായി ദൈവവചനം വായിച്ചോണം. അടുത്തത് അവന്റെ കടലിന്റെ സമ്പത്ത്. അതുകൂടെ ദൈവജനം മനസ്സിലാക്കട്ടെ. ഇംഗ്ലീഷുകാർ കയറി കോളനി വാഴ്ച നടത്തി. നെബൂഖദ്നേസർ ബാക്കി സാമ്രാജ്യങ്ങൾ അവിടെ എല്ലാം നോക്കി, കടലിൽ നിന്നൊന്നും കിട്ടിയില്ല. പക്ഷെ അവന്റെ കടലിന്റെ സമ്പത്ത്. അബ്രഹാമിന്റെ കൂടെ നടന്ന ഒരുത്തനുണ്ടായിരുന്നു, ലോത്ത്, സഹോദരപുത്രൻ. ന്യായവിധി എവിടെ ഇറങ്ങി? സോദോമിൽ ഇറങ്ങി. ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും അടിച്ചു. അതെവിടേക്ക് പോയി? ചാവുകടലിൽ. ചാവുകടലിൽ എന്തോണ്ട്? പ്ലൂട്ടോണിയം, തോറിയം, മഗ്നീഷ്യം, ലിഥിയം, ഇതെല്ലാം ചാവുകടലിലുണ്ട്. ഇതിനെ വെച്ചാ റഷ്യ ആക്രമിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷുകാർ കോളനി വാഴ്ച നടത്തിയിട്ടും ഇത് കിട്ടിയില്ല. പക്ഷെ യഹൂദൻ മടങ്ങി വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഗുപ്തമായത് ചാവുകടലിനകത്ത് ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ചു. ബൈബിളിനകത്തുണ്ടോ? അത്തി തളിർക്കും കൊമ്പിള്ളതാകും വേനലെടുക്ക്. യെശയ്യാ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, യഹൂദൻ മടങ്ങി വരുന്നതിന് 2700 കൊല്ലം മുമ്പ് ആറ്റമിക് വെപ്പൺ ഉണ്ടാക്കാനുള്ള സകല കാര്യങ്ങൾ ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. വായിക്കാം യെശയ്യാ പ്രവചനം അതിന്റെ 60-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ കണ്ണ് ശോഭിക്കും. അടുത്തത്, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. അയ്യോ, യഹൂദന്റെ ഹൃദയം സന്തോഷവും ഉന്മാദവും കൊണ്ട് ആഗ്രഹിക്കും. അടുത്തത്, സമുദ്രത്തിന്റെ ധനം, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും. മതി, ഒരിക്കൽ കൂടി എന്ന് വായിച്ചാട്ടെ. സമുദ്രത്തിന്റെ ധനം ഒന്നുകൂടെ അടുക്കൽ ചേരും. നിന്റെ അടുക്കൽ വരും. യഹൂദൻ മടങ്ങി വരുമ്പോൾ അവന്റെ അടുക്കൽ സമുദ്രത്തിന്റെ ധനമെത്ത്. 2 റഫറൻസ് കർത്താവിന്റെ ദാസനെ കൊണ്ട് വായിച്ചു. ഒന്ന്, ഭൗതികമായി സ്വർഗത്തിലെ ദൈവം യഹൂദനെ അനുഗ്രഹിക്കും. അവന്റെ മെഡിസിൻ അവന്റെ കയ്യിൽ, കോവിഡ് വാക്സിൻ അവന്റെ കയ്യിൽ, ആണവ റിയാക്ടർ അവന്റെ കയ്യിൽ, ഫലഭൂഷ്ടമായ പ്രദേശം അവന്റെ കയ്യിൽ, അവന്റെ കയ്യിൽ, തക്കാളി അവന്റെ കയ്യിൽ, ബീൻസ് അവന്റെ കയ്യിൽ, അവക്കാട അവന്റെ കയ്യിൽ, അത്തിപ്പഴം അവന്റെ കയ്യിൽ. ആണവ റിയാക്ടറിനകത്ത് പമ്പ് ചെയ്യാൻ പറ്റിയത് മുഴുവൻ ചാവുകടലിനകത്ത് തോറിയം, ലിഥിയം, മഗ്നീഷ്യം, പ്ലൂട്ടോണിയം, ഇതെല്ലാം അവന്റെ കൈക്കകത്തെത്തും. ചാവുകടലിനകത്ത്. യഗസ്കേലേ, നിനക്കിതാര് വെളിപ്പെടുത്തി? ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ ഫലം കായ്ക്കാൻ കൊമ്പുകളെയോ. യെശയ്യാവേ, നിനക്കാരിത് വെളിപ്പെടുത്തി? ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ സമുദ്രത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന നിധികൾ അവന് ലഭിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും. എന്നാൽ അവന്റെ ദയ എന്നെ വിട്ടു പോകയില്ല. അത്തി തളിർത്തു കൊമ്പിളതായി
1967 അറബ് ഇസ്രയേൽ വാറിനകത്ത് എല്ലാ അറബ് രാജ്യങ്ങളെ തകർക്കുമ്പോൾ അവർ നിലവിളിച്ചു, യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട. ചാവുകടലിലെ ആറ്റം വെപ്പൺസ് പൊട്ടിച്ചെങ്കിൽ ബൈബിൾ പ്രവചനം നിവർത്തിയായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. എന്തുകൊണ്ട് സജു ചാത്തന്നൂർ നെഞ്ചു കീറി ഇത് പറയുന്നു? യേശു എപ്പോൾ വരും? ഇസ്രയേലിന്റെ മിസൈൽ കണ്ടോ, ലോകത്തെ മുൾമുനയിൽ നിർത്തി അത്തി തളിർത്തു, കൊമ്പിളതായി, വേനൽ അടുത്തു. എപ്പോൾ യേശു വരും? സജു ചാത്തന്നൂർ പറഞ്ഞതല്ല, എന്റെ യേശു പറഞ്ഞു. ഏഴാമത്തെ പ്രവചനം മത്തായി 24, 32, 33 വാക്യങ്ങൾ വായിച്ചട്ടെ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 32, 33. എന്റെ യേശു എപ്പോൾ വരും? വായിക്കാം മക്കളെ. മത്തായി 24, 32, 31 വായിച്ചാട്ടെ. എഴുതിയില്ലെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. എന്റെ യേശു എപ്പോൾ വരും? മത്തായി 24, 32, 33 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പ് ഇളതായി, അതിന്റെ കൊമ്പ് ഇളതായി, ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവിടുന്ന് അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കും. എതിർ ക്രിസ്തു അടുക്കൽ കോവിഡിന്റെ മറവിൽ തീർന്നില്ല. അപ്പോൾ അത്തി തളിർക്കണം. അമേരിക്കയിലെ മൻഹാട്ടൻ മുതൽ കന്യാകുമാരി കടൽ തീരം വരെ വീഴുവാൻ ഇസ്രയേലിന്റെ കയ്യിൽ മിസൈൽ റെഡി. ഇന്ന് പകൽ രാത്രിയിൽ എവിടെ പ്രഭാഷണം കേട്ടാലും യേശു പറഞ്ഞു അത്തി തളിർത്തു. ട്രംപ് പട്ടണം വിടുന്നതിന് മുമ്പ് ആര് കരാറിൽ ഒപ്പിട്ടു? ദുബായുമായിട്ട് കരാറിൽ ഒപ്പിട്ടു, ബഹറിലുമായിട്ട് കരാർ ഒപ്പിട്ടു, മസ്കറ്റുമായി ഒപ്പിടാൻ പോകുന്നു. സൗദിയുടെ മൗനസമ്മതം. ഇന്ന് ലവ് ആർമി ക്രൂസൈഡിനകത്ത് സജു ചാത്തന്നൂർ ഇത് പ്രസംഗിക്കുമ്പോൾ ലോക മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. ലോക ചരിത്രത്തിൽ ന്യൂയോർക്ക് കഴിഞ്ഞാൽ ഏറ്റവും സിറ്റിയായ ദുബായ്ക്കകത്ത് ദുബായ് എക്സ്പോ നടക്കുമ്പോൾ ഇസ്രയേലിന്റെ പവലിയൻ ഇന്ന് അതിനകത്ത് വന്നെങ്കിൽ മകളെ പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീട്, ഉപദേശി പട്ടുപോകും. എന്റെ യേശു പറഞ്ഞ ഒലിവുമല പ്രഭാഷണം നിവർത്തിയായി. അത്തി തളിർത്തു, കൊമ്പിളതായി. ദുബായ് എക്സ്പോയ്ക്കകത്ത് ഇസ്രായേലിന്റെ പവലിയൻ ഇപ്പോൾ ഓടുന്നത് കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, അബ്രഹാമിന്റെ കവനന്റ് ശരിയായി. ഇസ്രായേൽ തളിർത്തു, കൊമ്പിളതായി, വേനൽ അടുത്തു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. 7 സംഭവം ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ നിരത്തി. ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യേശു വരാൻ കാലമായി. പ്രവചനങ്ങൾ മുഴുവൻ 95% പ്രവചനങ്ങളും യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിവർത്തിച്ചെങ്കിൽ മകള് കാഹളം ഏത് സമയത്തും ധ്വനിക്കും. നീ ഒരുങ്ങിയിട്ടുണ്ടോ? 8ാമത്തെ സംഭവം, യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി ഒലിവുമലയുടെ അടിവാരം ഒരുങ്ങിക്കഴിഞ്ഞു. 8ാമത്തെ സംഭവം, എപ്പോൾ യേശു മടങ്ങി വരും? ഇസ്രയേലിൽ യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട് അഥവാ കാൽവറി മലയോടുള്ള ബന്ധത്തിൽ തൊട്ടടുത്ത് കാണുന്ന മറ്റൊരു മലയാ ഒലിവുമല. ഒലിവുമലയിൽ തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുമ്പോൾ ഒരു വേഗം താഴേക്ക് വന്നു. ആ താഴേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കണം എന്താ? യെസ്, ആ മേഘത്തട്ടുകളിൽ യേശു എടുക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ സഭയെടുക്കപ്പെട്ട് എതിർ ക്രിസ്തുവിന്റെ പീഡാകാലം വരുമ്പോൾ, യഹൂദന്റെ നിലവിളി ഉയരുമ്പോൾ, അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളരുമെങ്കിൽ ഒരു പ്രവചനവും കൂടെ 2009 നിവർത്തിയായി. യേശു വരാൻ കാലമായി. 2009 ആ പ്രവചനവും നിവർത്തി. വായിക്കാൻ ദൈവത്തിന്റെ ദാസനെ സക്രിയ പ്രവചനം 14:4 വാക്യം. യേശു എപ്പോൾ മടങ്ങി വരും? വായിക്കാം. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2 നടുവേ പിളർന്നു പോകും. മതി.
യേശു എപ്പോൾ മടങ്ങി വരും? ഒലിവുമലയുടെ പിളർപ്പ്. സ്തോത്രം. 1900 വർഷത്തിനിടയ്ക്ക് ഇസ്രായേലിൽ ഒരു ഭൂകമ്പമുണ്ടായെന്ന് പറയുന്നു. അതിൻ്റെ അടിഭാഗം പിളർന്നിരിക്കുകയാണ്. ഒലിവുമലയുടെ